നമസ്കാരം. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ TP കേസ് പ്രതികളുടെ സഹായം ഉറപ്പിക്കാൻ അണിയറ നീക്കം സജീവം. ഈ സമയത്ത് ഇവരെല്ലാം പുറത്തായിരിക്കും. എല്ലാവർക്കും പരോൾ നൽകാനാണ് നീക്കം. ഇതിനൊപ്പം ഇവർക്ക് ശിക്ഷാ ഇളവ് നൽകുന്നതും പരിഗണനയിലുണ്ട്. തന്ത്രപരമായ നീക്കമാണ് നടക്കുന്നത്. 20 വർഷത്തേക്ക് ശിക്ഷാ ഇളവ് നൽകരുതെന്ന ഹൈക്കോടതി വിധി TP കേസ് പ്രതികൾക്കെതിരെയുണ്ട്. എന്നാൽ സർക്കാരിന് 14 കൊല്ലം കഴിഞ്ഞ ശിക്ഷയിൽ തീരുമാനമെടുക്കാമെന്നാണ് ചിലരുടെ വാദം. ഇതിന് അനുസരിച്ചാണ് നടപടികൾ. നേരത്തെ തന്നെ കൊടിസുനി അടക്കമുള്ളവർക്ക് ശിക്ഷാ ഇളവ് നൽകാൻ ശ്രമം നടന്നിരുന്നു. നിലവിൽ TP ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികളെ വിടുതൽ ചെയ്താൽ ആഭ്യന്തര സുരക്ഷാ പ്രശ്നം ഉണ്ടാകുമോ എന്ന് ചോദിച്ച് സെൻട്രൽ ജയിൽ സൂപ്രണ്ടുമാർക്കും വിയ്യൂർ അതീവ സുരക്ഷാ ജയിൽ സൂപ്രണ്ടിനും ജയിൽ ആസ്ഥാനത്ത് നിന്ന് കത്ത് ലഭിച്ചിട്ടുണ്ട്. കത്തിൽ പരോൾ എന്നോ വിട്ടയക്കൽ എന്നോ വ്യക്തമാക്കാതെ വിടുതൽ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് നിർണായകമാണ്. ഇത് നൽകുന്നത് ശിക്ഷാ ഇളവിന്റെ സൂചനയാണ്. 20 വർഷത്തേക്ക് ശിക്ഷാ ഇളവ് നൽകരുതെന്ന ഹൈക്കോടതി വിധിയെ മറികടന്ന് ശിക്ഷാ ഇളവ് നൽകാനാണ് നീക്കം. TK രജീഷ്, KK മുഹമ്മദ് ഷാഫി, S സിജിത്ത് എന്നിവരെ വിട്ടയക്കാൻ നേരത്തെ സർക്കാർ നടത്തിയ ശ്രമം വിവാദമായതിനെ തുടർന്നാണ് ഉപേക്ഷിച്ചത്. ഇവരെ വിട്ടയച്ചാൽ ഉണ്ടാകുന്ന സുരക്ഷാ പ്രശ്നം വിലയിരുത്തേണ്ടത് പോലീസാണ്. ഇക്കാര്യത്തിൽ ജയിൽ സൂപ്രണ്ടുമാർക്ക് പങ്കില്ല. അതുകൊണ്ട് തന്നെ സുരക്ഷാ പ്രശ്നങ്ങളിൽ മറുപടി തേടേണ്ടത് പോലീസിനോടാണ്. ഇവിടെ ജയിലിലേക്ക് കത്തയക്കുന്നു. ഇതിൽ പല പ്രതികളും ജയിലിൽ കിടക്കുമ്പോൾ തന്നെ പുതിയ കേസുകളിൽ പെട്ടതാണ്. കാരണം അവർ കേസ് പ്രതി ഷെറിനെ മോചിപ്പിച്ച അതേ രീതിയിൽ എല്ലാവരെയും പറഞ്ഞു വിടാനാണ് നീക്കം. പ്രതികൾ നിലവിൽ കഴിയുന്ന സെൻട്രൽ ജയിലിൽ സൂപ്രണ്ടുമാർക്ക് മാത്രം കത്തയക്കാതെ മുഴുവൻ സെൻട്രൽ ജയിൽ സൂപ്രണ്ടുമാർക്കും കത്തയച്ചത് എന്തിനെന്നും വ്യക്തമല്ല. കേസിലെ പ്രതിയായ കൊടിസുനി തവന്നൂർ സെൻട്രൽ ജയിലിലും മറ്റുള്ളവർ കണ്ണൂർ, തൃശൂർ സെൻട്രൽ ജയിലുകളിലുമാണ്. സാധാരണ നിലയിൽ ഈ ജയിലുകളിലേക്ക് മാത്രം കത്തയച്ചാൽ മതി. പക്ഷേ ഇവിടെ എല്ലാവർക്കും കത്തുപോയി. ഇതിന് പിന്നിൽ ഈ വാർത്ത പുറം ലോകത്തെത്താനുള്ള ആരുടെയോ കരുതലാണെന്ന് സർക്കാർ സംശയിക്കുന്നുണ്ട്. PM ശ്രീയിൽ അതീവ രഹസ്യമായാണ് കേന്ദ്ര സർക്കാരുമായി പിണറായി സർക്കാർ ഒപ്പിട്ടത്. ഇതിന് പിന്നാലെയാണ് വിവാദമാകുന്ന മറ്റൊരു നീക്കം പിണറായി സർക്കാർ തുടങ്ങുന്നത്. തുടർഭരണം കിട്ടില്ലെങ്കിൽ പോലും TP കേസ് പ്രതികളെ പുറത്തെത്തിച്ചു എന്ന് ഉറപ്പിക്കാനാണ് നീക്കം. ശബരിമല വിവാദങ്ങളടക്കം ഉണ്ടായതോടെ തുടർഭരണം CPM ഉറപ്പിക്കുന്നില്ല. ഇതുകൊണ്ടാണ് TP കേസ് പ്രതികളെ എങ്ങനെയും പുറത്തെത്തിക്കാൻ ശ്രമം നടക്കുന്നതെന്ന് വിലയിരുത്തലുണ്ട്. കൊടിസുനിക്ക് ജയിലിനകത്തും പുറത്തും സഹായം ലഭിക്കുന്നുണ്ടെന്ന് ജയിൽ DIG പങ്കെടുത്ത യോഗത്തിൽ വിമർശനം ഉയർന്നിരുന്നു. കണ്ണൂർ സെൻട്രൽ ജയിലിൽ DIG V ജയകുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു യോഗം. തുടർന്ന് DIGയുടെ മേൽനോട്ടത്തിൽ ജയിലിൽ നടത്തിയ മിന്നൽ പരിശോധനയിൽ മൊബൈൽ ഫോണും മറ്റും കണ്ടെത്തിയിരുന്നു. കഴിഞ്ഞ മാസമായിരുന്നു ഈ യോഗം. കൊടിസുനിക്കും TP കൊലക്കേസിൽ ശിക്ഷിക്കപ്പെട്ട മറ്റുള്ളവർക്കും ജയിലിനകത്ത് ചില ഉദ്യോഗസ്ഥരുടെയും തടവുകാരുടെയും സഹായം കിട്ടുന്നുണ്ടെന്ന് ചില ഉദ്യോഗസ്ഥർ DIGയോട് പറഞ്ഞിരുന്നു. കൊടിസുനിയെയും കൂട്ടാളികളെയും കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് മാറ്റണമെന്ന് ജയിൽ സൂപ്രണ്ട് തന്നെ ആവശ്യപ്പെട്ടു. ഇതിനുശേഷമാണ് തവനൂരിലേക്ക് മാറ്റിയത്. കൊടിസുനി നിരന്തരം ഫോൺ ഉപയോഗിക്കുന്നതായും ലഹരി ഉൽപ്പന്നങ്ങൾ പ്രതികൾക്ക് ലഭിക്കുന്നതായും നേരത്തെ വാർത്തകൾ വന്നിരുന്നു. ജയിലിനകത്ത് നിന്ന് പുറത്തെ ലഹരി മരുന്ന് വിൽപ്പന നിയന്ത്രിക്കുന്നതായും കൊട്ടേഷൻ സംഘങ്ങളുമായി ബന്ധം പുലർത്തുന്നതായും ജയിൽ വകുപ്പിന്റെ റിപ്പോർട്ടിലുണ്ട്. ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടത്തെ തുടർന്നുണ്ടായ സംഭവങ്ങൾ കോടതിയിൽ കൊണ്ടുപോകുന്നതിനിടെ കൊടിസുനിയുടെ പരസ്യ മദ്യപാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പലതലത്തിലും ചർച്ചയായിട്ടുണ്ട്. പോലീസിന്റെ സാന്നിധ്യത്തിൽ പൊതുസ്ഥലത്ത് പരസ്യമായി മദ്യപിച്ച സംഭവത്തിൽ കൊടിസുനി ഉൾപ്പെടെയുള്ളവരുടെ പേരിൽ പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു. സുനിയെ കൂടാതെ മുഹമ്മദ് ഷാഫി, ഷിനോജ് എന്നിവർക്കും മാഫി ഇരട്ടക്കൊലക്കേസിലെ ചില പ്രതികൾ ഉൾപ്പെടെ കണ്ടാലറിയുന്ന ഇവരുടെ സുഹൃത്തുക്കൾക്കുമെതിരെയുമാണ് കേസെടുത്തത്. ജൂൺ 17-ന് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് വിചാരണയ്ക്കായി തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതിയിൽ പ്രതികളെ ഹാജരാക്കിയിരുന്നു. കോടതി നടപടികൾക്കു ശേഷം തിരിച്ചു പോകവെ വൈകിട്ട് 4-ഓടെ കോടതിക്ക് സമീപത്തുള്ള വിക്ടോറിയ ഹോട്ടലിലെത്തിയ പ്രതികൾ പോലീസുകാരെ ഭീഷണിപ്പെടുത്തി ഹോട്ടലിന്റെ കാർ പാർക്കിംഗ് ഏരിയയിൽ സുഹൃത്തുക്കളോടൊപ്പം പരസ്യമായി മദ്യപിക്കുകയായിരുന്നു. ഇങ്ങനെ പോലീസ് തന്നെ പറയുന്ന പ്രതിയെയാണ് മോചിപ്പിക്കാനുള്ള നീക്കം നടക്കുന്നത്.